നമസ്കാരം, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു M4 മാത്സ്. CBSE 8th ക്ലാസ്സിലെ 3rd ചാപ്റ്ററായ ക്വാഡ്രിലാറ്ററൽസുമായി ബന്ധപ്പെട്ട പാർട്ട് 4 വീഡിയോ ആണിത്. പാർട്ട് 1 മുതൽ പാർട്ട് 3 വരെ കണ്ടതിന് ശേഷം പാർട്ട് 4 കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Given a parallelogram ABCD, complete each statement along with the definition or property used. ഇവിടെ ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. പാരലലോഗ്രാം വിത്ത് സൈഡ് AB, BC, CD and DA. Diagonals AC and DB bisect at O. Diagonals AC and diagonal BD bisect at O. First question, AD is equal to എന്താണ് question? AD പാരലോഗ്രാമിന്റെ ഒരു സൈഡാണ്. one side of a parallelogram. AD is equal to opposite sides of parallelogram are equal. AD യുടെ opposite side BC. AD is equal to BC. Opposite sides of parallelogram are equal. First question answer, AD is equal to BC. Reason എഴുതുക, opposite sides of parallelogram are equal. Opposite sides of a parallelogram are equal. First വീഡിയോ കണ്ട് അതിൽ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ക്വാഡ്രിലാറ്ററൽസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നന്നായി പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആംഗിൾ DCB. ആംഗിൾ DCB എന്ന് പറയുന്നത് DCB. ഈ ആംഗിൾ DCB ഇതാണ്. ആംഗിൾ DCB is equal to എന്താണെന്ന് എഴുതണം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്പോസിറ്റ് ആംഗിൾ. സിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ A. ആംഗിൾ DAB. ആംഗിൾ DCB is equal to angle DAB. Angle DCB is equal to angle DAB. Reason എഴുതുക, opposite angles of a parallelogram are equal. Opposite angles of a parallelogram are equal. ഇവിടെ തന്നിട്ടുള്ളത് ആംഗിൾ DCB ആണ്. ആംഗിൾ DCB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ DAB ആണ്. ആ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. അടുത്ത ക്വസ്റ്റ്യൻ, OC is equal to എന്തെന്നാണ് എഴുതേണ്ടത്? OC, ഇതാണ് OC എന്ന് പറയുന്നത്. നമുക്കറിയാം, ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസ് തമ്മിൽ ബൈസെക്ട് ചെയ്യും. ബൈസെക്ട് ചെയ്യാന്ന് വെച്ചാൽ AOയുടെ മെഷറും OCയുടെ മെഷറും സെയിം ആയിരിക്കും. ഇത് ടോട്ടൽ 8 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ DB എന്ന് പറയുന്ന ഡയഗണൽ വരയ്ക്കുമ്പോൾ അത് 4 സെന്റിമീറ്ററിൽ ബൈസെക്ട് ചെയ്യും. ലെങ്ത് ഓഫ് ഡയഗണൽ AC 8 സെന്റിമീറ്റർ ആണെങ്കിൽ DB എന്ന് പറയുന്ന ഡയഗണൽ വരയ്ക്കുമ്പോൾ അത് AC എന്ന് പറയുന്ന ഡയഗണലിനെ ബൈസെക്ട് ചെയ്യും. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് OC 4 സെന്റിമീറ്ററും ലെങ്ത് ഓഫ് OA 4 സെന്റിമീറ്ററും ആകും. ലെങ്ത് ഓഫ് OA 4 സെന്റിമീറ്റർ, ലെങ്ത് ഓഫ് OC 4 സെന്റിമീറ്റർ, ലെങ്ത് ഓഫ് OA 4 സെന്റിമീറ്റർ. തേർഡ് ക്വസ്റ്റ്യൻ, OC is equal to OA. റീസൺ എഴുതണം, OC is equal to OA. Diagonals of a parallelogram bisect each other. Next question, measure of angle DAB plus measure of angle CDA എന്തായിരിക്കും? ഇവിടെ സ്മോൾ m ഉണ്ട്, അതിന്റെ മീനിങ് മെഷർ എന്ന് വായിക്കുക. മെഷർ ഓഫ് ആംഗിൾ DAB ഈ ആംഗിൾ DAB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, പ്ലസ്
ആംഗിൾ CDA, ആംഗിൾ CDA, ആംഗിൾ CDA ഈ ആംഗിൾ ആണ്. ആംഗിൾ DAB ഈ ആംഗിൾ ആണ്. ആംഗിൾ CDA ഈ ആംഗിൾ ആണ്. ഈ രണ്ട് ആംഗിളും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സം. ആംഗിൾ DAB പ്ലസ് ആംഗിൾ CDA is equal to 180 ഡിഗ്രി എന്ന് കിട്ടും. 180 ഡിഗ്രി. ഈ ആംഗിളും adjacent angles ആണ്. adjacent angles of parallelogram are supplementary. രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ 180 കിട്ടും. ആംഗിൾ എയും ആംഗിൾ ഡിയും ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി is equal to 180 ഡിഗ്രി. 180 ഡിഗ്രി ആകാനുള്ള കാരണം ആംഗിൾ എയും ആംഗിൾ ഡിയും adjacent angles ആണ്. adjacent angles. അതുപോലെ ആംഗിൾ ഡിയും ആംഗിൾ സിയും adjacent angles ആണ്. അത് രണ്ടും 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബിയും ആംഗിൾ സിയും adjacent angles ആയിരിക്കും. 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ എയും ആംഗിൾ ബിയും adjacent angles ആണ്. 180 ഡിഗ്രി ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ, മെഷർ ഓഫ് ആംഗിൾ DAB പ്ലസ് മെഷർ ഓഫ് ആംഗിൾ CDA is equal to 180 ഡിഗ്രി. റീസൺ എഴുതുക. adjacent sides of a parallelogram are supplementary. ഒരു പാരലോഗ്രാമിന്റെ adjacent anglesന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് പാരലോഗ്രാംസ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് അൺനോൺ ആംഗിൾസ് X, Y and Z. ABCD എന്നൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അതിൽ ആംഗിൾ B 100 ഡിഗ്രി ആണെന്നറിയാം. ആംഗിൾ X കണ്ടുപിടിക്കണം, ആംഗിൾ Y കണ്ടുപിടിക്കണം, ആംഗിൾ Z കണ്ടുപിടിക്കണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് നന്നായിട്ട് പഠിച്ചു വെക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ആംഗിൾ B. ഈ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾ D. ആംഗിൾ ഡിയുടെ മെഷർ Y ഡിഗ്രി ആണ്. ഈ മെഷറും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ഓർത്തു വയ്ക്കുക, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണോ? ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു Y. ആംഗിൾ ബി 100 ഡിഗ്രി, therefore ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ ഡിയും സെയിം ആണ്. therefore ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ Y. therefore Y ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഈ ആംഗിളും സെയിം ആയിരിക്കും. ആംഗിൾ ബി 100 ഡിഗ്രി, Y ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. അടുത്തതായി എക്സും ഇസഡും കണ്ടുപിടിക്കണം. ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ എ ആംഗിൾ ബി ഇത് രണ്ടും adjacent angles ആണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി 180 ഡിഗ്രി ആയിരിക്കും. adjacent angles. ഇവിടെ റീസൺ എഴുതണം. Y ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് ആൻസർ കിട്ടാൻ കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം are equal. Opposite angles of a parallelogram are equal. Angle A plus angle B is equal to 180 degree. Adjacent angles of a parallelogram are supplementary. Adjacent angles of a parallelogram are supplementary. ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബിയും adjacent angles ആണ്. adjacent angles എപ്പോഴും supplementary angles ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി is equal to 180 degree. ആംഗിൾ എ ഇസഡ് ഡിഗ്രി. ആംഗിൾ എ ഇസഡ് പ്ലസ് ആംഗിൾ ബി 100 degree. 100 is equal to 180 degree. Z is equal to 180 minus 100 is equal to 80 degree. Y 100 degree, Z 80 degree. ഈ മെഷർ 80 ഡിഗ്രി ആണോ? ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ
x ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. Therefore, angle A is equal to angle C. Angle A is equal to angle C. Opposite angles of a parallelogram are equal. ഇത് ആംഗിൾ A, ആംഗിൾ എയുടെ ഡിഗ്രി മെഷർ 80 ആണെന്നറിയാം. ആംഗിൾ സിയുടെ ഡിഗ്രി മെഷറും 80 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. Therefore, x is equal to 80 degree. x is equal to 80 degree. എക്സിന്റെ മെഷർ കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ് യൂസ് ചെയ്യാം. ആംഗിൾ ബിയും ആംഗിൾ സിയും അഡ്ജസന്റ് ആംഗിൾസ് ആണ്. അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വെച്ചാൽ 180 ഡിഗ്രി. ആംഗിൾ ബി 100 പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. Therefore, angle C is equal to 180 minus 100 is equal to 80 degree. ഈ രീതിയിലും ചെയ്യാവുന്നതാണ്. Y is equal to 100 degree, Z is equal to 80 degree, X is equal to 80 degree. X is equal to 80 degree, Y is equal to 100 degree, Z is equal to 80 degree. Next question. Consider the following parallelogram. Find the value of unknown angle X, Y and Z. ഈ ആംഗിളും ഈ ആംഗിളും അഡ്ജസന്റ് ആംഗിൾസ് ആണ്. എ ബി സി ഡി. ആംഗിൾ എ ആൻഡ് ആംഗിൾ ഡി. ആംഗിൾ ഡി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി ആയിരിക്കും. കാരണം സപ്ലിമെന്ററി ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. 50 പ്ലസ് വൈ. വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. വൈ ഈസ് ഈക്വൽ ടു 180 degree minus 50. 180 minus 50, 130. Y is equal to 130 degree. ഇവിടെ റീസൺ എഴുതണം. Adjacent angles of a parallelogram are supplementary. Supplementary. Supplementary എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിളിന്റെയും കൂടെ സം 180 ഡിഗ്രി ആയിരിക്കും. റീസൺ എഴുതാൻ വിട്ടുപോകരുത്. റീസൺ ഇമ്പോർട്ടന്റ് ആണ്. 50 plus y is equal to 180 degree. Adjacent angles of a parallelogram are supplementary. Therefore, y is equal to 130 degree. ഈ ആംഗിൾ 130 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളും സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. x is equal to y. x is equal to y. y 130 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. x ഉം 130 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളും സെയിം ആയിരിക്കും. x is equal to y is equal to 130 degree. x is equal to 130 degree. Opposite angles of a parallelogram are equal. Opposite angles of a parallelogram are equal. x is equal to 130 degree. y is equal to 130 degree. ഇവിടെ z മാർക്ക് ചെയ്തിട്ടുണ്ട്. z മെഷർ കണ്ടുപിടിക്കണം. ആംഗിൾ എയും ആംഗിൾ സിയും സെയിം ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ആംഗിൾ എ 50 ഡിഗ്രി. Therefore, angle BCD 50 degree. Angle A is equal to 50 degree. Therefore, angle BCD is equal to 50 degree. Opposite angles of a parallelogram are equal. Opposite angles of a parallelogram are equal. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇസഡിന്റെ മെഷർ എത്രയാണെന്നാണ്. ലീനിയർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഈ ഫുൾ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. 50 പ്ലസ് ഇസഡ് ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. 50 പ്ലസ് Z is equal to 180 degree. Linear pair property. Z is equal to 180 minus 50. 130. Z is equal to 130 degree. X is equal to 130 degree. Y is equal to 130 degree. Z is equal to 130 degree. Consider the following parallelogram. Find the value of unknown angles x, y and z. ഈ ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. അത് 90 ഡിഗ്രിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
ഇത് 90 ഡിഗ്രി. ഇത് 90 ആണെങ്കിൽ ഇതും 90 ഡിഗ്രി ആയിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി എന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ലീനിയർ പെയർ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ഇത് 90 ഡിഗ്രി ആണെന്ന് കിട്ടും. ലീനിയർ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ 180 മൈനസ് 90. ഇത് തമ്മിൽ ലീനിയർ പെയർ ആവും. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ എക്സ് ഡിഗ്രിയും 90 ഡിഗ്രി ആവും. എക്സ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഡിഗ്രി മെഷർ 180 ആയിരിക്കും. എക്സ് പ്ലസ് 30 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് പ്ലസ് 30 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 മൈനസ് 30. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 മൈനസ് 30 150 ഡിഗ്രി. എക്സ് 90. എക്സ് 90 ഡിഗ്രി ആണെന്ന് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. എക്സ് 90 ഡിഗ്രി പ്ലസ് 30 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 90 പ്ലസ് 30 120 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. Therefore, y is equal to 180 minus 120 is equal to 60 degree. Y is equal to 60 degree. ഈ ആംഗിൾ 60, ഇത് 30, ഇത് 90. X 90, Y 60. അടുത്ത Z ന്റെ മെഷർ എത്രയാണെന്ന് അറിയണം. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റിനകത്തുണ്ട്. ഈ ആംഗിളും 30 ഡിഗ്രി. ഈ ആംഗിളും സെയിം ആയിരിക്കും. കാരണം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഈ ആംഗിളും സെയിം ആയിരിക്കും. ഈ ലൈനിന് പാരലൽ ആണെങ്കിൽ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇവിടെ ഇത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ആംഗിളും ഇന്റീരിയർ ആംഗിൾ ആവും. ഇത് 30 ഡിഗ്രി ആവും. ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും ഈ ആംഗിൾ. ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. 90 പ്ലസ് 30 പ്ലസ് Z is equal to 180 ഡിഗ്രി. 90 പ്ലസ് 30 120 ഡിഗ്രി പ്ലസ് Z is equal to 180 ഡിഗ്രി. Z is equal to 180 minus 120 is equal to 60 degree. Z is equal to 60 degree. X 90, Y 60, Z is equal to 60 degree. Next question. Consider the parallelogram. Find the value of unknown angles X, Y and Z. ഇവിടെ ഈ ആംഗിൾ 80 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. Opposite angles of a parallelogram are equal. Y is equal to 80 degree. Reason either opposite angles of a parallelogram are equal. ഈ ആംഗിളും adjacent angles ആണ്. Adjacent anglesന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. X plus 80 is equal to 180 degree. Adjacent angles of a parallelogram are supplementary. X is equal to 180 minus 80 degree. X is equal to 180 minus 80, 100 degree. X is equal to 100 degree. ഇത് 80 ആണ്. ഇത് 80 ആണെങ്കിൽ ഇതും 80 ആയിരിക്കും. ഇത് 100 ഡിഗ്രി ആണ്. ഇത് 100 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിൾ 100 ആയിരിക്കും. എങ്കിൽ Z എത്ര? അത് ലീനിയർ പെയർ ആണ്. 100 plus Z is equal to 180 degree. Linear pair. Z is equal to 180 minus 100 is equal to 80 degree. Z is equal to 80 degree. Y 80 degree. Z 80 degree. X 100 degree. ഇവിടെ Z ഈ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 80 ആണെങ്കിൽ ഇതും 80 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് ഒരു ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ഈ ലൈനും പാരലൽ ആണ്. ഇതും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. കൺസിഡർ ദ പാരലോഗ്രാം ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് അൺനോൺ ആംഗിൾസ് എക്സ്, വൈ ആൻഡ് ഇസഡ്. 112 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇവിടെ y തന്നിട്ടുണ്ട്. ഇതും സെയിം ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. y is equal to
y is equal to 112 degree. Reason എഴുതാം, opposite angles of a parallelogram are equal. ഇത് 112 ആയതുകൊണ്ട് ഇതും 112 ആയിരിക്കും. ഇവിടെ എക്സിന്റെ ആംഗിൾ കണ്ടുപിടിക്കാം. ഇതൊരു ട്രയാംഗിൾ ആയിട്ട് എടുക്കുക. y plus x plus 40 is equal to 180 degree. ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ y plus x plus ഈ ആംഗിൾ 40 degree is equal to 180 degree. y 112 plus x plus 40 is equal to 180 degree. x plus 112 plus 40 152 is equal to 180. x is equal to 180 minus 152. x is equal to 28 degree. y is equal to 112 degree. x is equal to 28 degree. അടുത്ത z എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതൊരു പാരലോഗ്രാം ആണ്, അതുകൊണ്ട് ഇതും ഇതും പാരലൽ സൈഡ്സ് ആയിരിക്കും. പാരലൽ സൈഡ്സ് ആയതുകൊണ്ട് ഈ ആംഗിൾസ് രണ്ടും സെയിം ആയിരിക്കും. എക്സും ഇസഡും സെയിം ആയിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ്, alternate interior angles. x is equal to z is equal to x 28 degree. Therefore, z is equal to 28 degree. Alternate interior angles are equal. Alternate interior angles are equal. ഈ ലൈനും ഇതും പാരലൽ ആണ്. പാരലൽ ആയതുകൊണ്ട് ഈ ആംഗിളും സെയിം ആയിരിക്കും. വരച്ചു നോക്കിയാൽ അറിയാം. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം മെഷർ ആയിരിക്കും. x is equal to z 28 degree. y 112 degree, x 28 degree, z is equal to 28 degree. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.